ഇരുവരെ ഏറെക്കാലമായി പ്രണയത്തിലായിരുന്നു. വിലാസിനെ Kamala, I want all the details immediately. Yes, ma'am. പത്രത്തിൽ വാർത്ത വരെ വന്നു. എന്നിട്ട് എന്താ സംഭവിച്ചെന്ന് ഇതുവരെ പറഞ്ഞില്ല. പറയാനൊന്നുമില്ല. ഡ്രൈവർ ദാസേട്ടനും മകളും തമ്മിൽ എന്തോ ഒരു കാര്യത്തിന് പിണങ്ങി. പൊട്ടിപ്പെണ്ണ് അവളൊരു കത്തും എഴുതി വെച്ചിട്ട് പോയി. ഇന്നത്തെ കാലമല്ലേ. ദാസേട്ടന്റെ കരച്ചിൽ കണ്ടപ്പോ എന്റെ മോൻ ആനന്ദ് ആ കുട്ടിയെ തിരക്കി ഇറങ്ങിയതാ. ഇത്രേ സംഭവിച്ചിട്ടുള്ളൂ. പക്ഷേ ഒരു പത്രത്തിനും കിട്ടാത്ത വാർത്ത ഈ പത്രത്തിന് മാത്രം കിട്ടിയതിന്റെ രഹസ്യമായി എനിക്കറിയേണ്ടത്. അറിഞ്ഞേ പറ്റൂ. SPAയോ DGPയോ നേരിട്ട് വിളിക്കാൻ ബന്ധമുള്ളപ്പോ ആനന്ദ് ഡ്രൈവറുടെ മകൾ അന്വേഷിച്ചിറങ്ങേണ്ട കാര്യമുണ്ടായിരുന്നു. അതും ഈ രാത്രിയില്. പാമ്പ് കടിച്ച ഒരാളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് കടിയേറ്റ ഭാഗത്തിന് മുകളിലായി തുടിവെച്ച് കെട്ടാറില്ലേ, ഫസ്റ്റ് എയ്ഡ്. അതേ ആനന്ദും ചെയ്തുള്ളൂ. അത് മനുഷ്യത്തുള്ള ആരും ചെയ്യും. ഇതിനെ അങ്ങനെ കണ്ടാൽ മതി. കമല മാഡം, എന്തായി? 10,000 കോപ്പിക്കകത്ത് പ്രിന്റ് ചെയ്യുന്ന പത്രം ഇത്. വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് വാർത്ത കിട്ടിയതുകൊണ്ടാണ് പബ്ലിഷ് ചെയ്തതെന്ന് അവരുടെ വാദം. അമ്മേ, ഒരിക്കലും ഈ പത്രം ഏറ്റെടുത്ത് നടത്താവുന്ന അവര് തന്നെ നമ്മളെ സമീപിച്ചതാ. കേട്ടില്ലേ മഹേശ്വരി, ഇതുപോലുള്ള പത്രങ്ങൾ വാർത്തകൾ ഉണ്ടാക്കി എഴുതിയെന്ന് വരും. പെയ്ഡ് ന്യൂസ് എന്തും പെരുപ്പിച്ചെഴുതും. ഈ വാർത്ത കണ്ടിട്ട് ആരും എന്റെ മോൻ ആനന്ദിനെ സംശയിക്കണ്ട. അവനെ എനിക്കറിയാം. അതല്ല ആന്റി, നാട്ടുകാര്. ആ, മോള് പറഞ്ഞത് ശരിയാ. നാട്ടുകാരുടെ വാ പൊത്തിപ്പിടിക്കാൻ പറ്റുമോ? വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും വാർത്ത നാട്ടില് പരന്നിട്ടുണ്ടാവും. തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമെന്നാ ഇപ്പൊ എന്റെ സംശയം. Shut up! ഇനി ഈ വിഷയത്തിൽ നീ ഒരക്ഷരം വേണ്ടി പോരുത്. അങ്ങോട്ട് മാറി നിൽക്ക്. പോ. മഹേശ്വരി, ആയിരങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനിയുടെ MD ആണ് എന്റെ മോൻ. MD എന്ന് വെച്ചാൽ നോട്ട് ജസ്റ്റ് മാനേജിംഗ് ഡയറക്ടർ, ബട്ട് എ മാൻ ഓഫ് ഡിഗ്നിറ്റി എന്നാണ് അർത്ഥം. ഇതെല്ലാം കേട്ടിട്ടും എന്റെ മോൻ മിണ്ടാതെ നിൽക്കുന്നില്ലേ? ഒന്നിനും മറുപടി അർഹിക്കുന്നില്ലെന്ന് കണ്ടിട്ടാ അത്. അതാ ഇവൻ. എനിക്കറിയാം എന്റെ മോനെ. അതൊന്നും സാരമില്ല. ഏതായാലും എൻഗേജ്മെന്റ് ഡേറ്റ് എടുക്കണ്ടേ നമുക്ക്? അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. പറയാം. പക്ഷേ ഒരു മാറ്റമുണ്ട് തീരുമാനത്തിന്. കൃഷ്ണേട്ടാ, തൃച്ചംബരത്തെ ശിവരാമകൃഷ്ണന്റെയും അഖിലാണ്ടേശ്വരിയുടെയും മൂത്ത മകൻ ആനന്ദിന് മഹേശ്വരിയുടെയും നാരായണന്റെയും മകൾ നന്ദനയെ വിവാഹം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പകരം ഈ തറവാട്ടിൽ നിന്നും നന്ദനയെ വിവാഹം കഴിക്കാൻ പോകുന്നത്
തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ ഇളയ മകൻ അരവിന്ദ്. എന്താ സമ്മതമല്ലേ നിങ്ങൾക്ക്? ആരും ഒന്നും പറഞ്ഞില്ല. സമ്മതോ? വെരി ഗുഡ്. കമല, മാം. കുട്ടികൾ രണ്ടാളെയും നിർത്തി ഒരു ഫോട്ടോ എടുക്കണം. പത്രത്തിൽ കൊടുക്കാനാ. ശരി മാഡം. ആ പിന്നെ കൃഷ്ണേട്ടാ, ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് വേണം വിടാൻ. ആ എനിക്കെന്തോ ഒരു തലവേദന. അല്പം കിടന്ന മാറും. ജസ്റ്റ് ക്യാരി ഓൺ പ്ലീസ്. ഓ അത് തന്നെയാണ് ഈ അതിഥി എന്നുള്ളത് ഞാൻ ഇംഗ്ലീഷിലാക്കി പറഞ്ഞതേ ഉള്ളൂ. ഗസ്റ്റ് രവി എന്ന്. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പ്രാവീണ്യം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് പ്രാവീണ്യമുണ്ട്. പിന്നെ 6-7 വർഷം ഞാൻ ഇപ്പട്ടാ വാടി. ഇങ്ങനെയാണോടി നീ നിന്റെ മാഡത്തിന് കൊണ്ടുവയ്ക്കുന്നത്? ഡേ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഇങ്ങനെയാണോ നിന്റെ അഖിലാണ്ടേശ്വരി മാഡത്തിന് കൊണ്ടുവയ്ക്കുന്നേന്ന്? എടുക്കടി, എടുക്കടി ഇത്. ആ, ഇനി നിന്റെ മാഡത്തിന്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കുന്ന പോലെ കൊണ്ടുവച്ചേ. ഞാനൊന്ന് കാണട്ടെ. അപ്പോ നിനക്കറിയാം. ആ മൂടി എടുക്കടി. സ്പൂണ് ഫോർക്കോ എവിടെയാടി? അവൾ ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്നു. നിനക്ക് ഞാൻ നേരത്തെ ഓങ്ങി വെച്ചതാ. നീയൊക്കെ കൂടിയാ ആ കല്യാണി അടുക്കളയിൽ കയറ്റിയത്. ശല്യങ്ങള്. പോയി എടുത്തോണ്ട് പാടി. നിന്ന് കൊതി പിടിക്കാതെ. വൃത്തികെട്ടവള്. പോ. ഹായ്. തീറ്റി നിർത്തണ്ട. കുടിക്ക്. വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ല അല്ലേ? അതിന്റെ നിരാശ മാറാൻ
ഇങ്ങനെ മൂക്കുമുട്ട തിന്നുന്ന ആളുകളെ ഞാൻ ആദ്യമായിട്ട് കാണുക. എ, ചേച്ചി നല്ല വിശപ്പായിരുന്നു അതാ. വിശപ്പാണോ അതോ പത്രത്തിൽ കൊടുത്ത വാർത്തയ്ക്ക് ഉദ്ദേശിച്ച ഫലം കിട്ടാത്തതിന്റെ കത്തലോ? ചേച്ചി അത് ഞാൻ അങ്ങനെയൊന്നും. നിർത്ത. 10,000 കോപ്പിക്കകത്ത് മാത്രം അച്ചടിക്കുന്ന നിന്നെ പോലെ യാതൊരു പ്രയോജനവും ഇല്ലാത്ത ഒരു പത്രത്തിൽ ഒരു കോളം വാർത്ത അച്ചടിച്ചു വന്ന ഈ കുടുംബം അങ്ങ് തകരുമെന്ന് വിചാരിച്ചോ നീ? ഈ വീട്ടിലെ ഡ്രൈവറുടെ മകൾ ഒരു ബുദ്ധിമോശം കാണിച്ച് വീട് വിട്ട് ഇറങ്ങിപ്പോയി. അത് പുറം ലോകം അറിയരുതെന്ന് കരുതി അവളെ തേടി ഇറങ്ങിയ എന്റെ മോനെ കൂട്ടിച്ചേർത്ത് നീ അപമാനിക്കാൻ ശ്രമിച്ചു. ചേച്ചി എന്നെ വിശ്വസിക്കണം. ദേ, ഈ ആപ്പിളാണ് സത്യം. ഞാനൊന്നും. ആപ്പിളിനെ വെച്ചാണോടി സത്യം ചെയ്യുന്നേ? ദേ, എന്തും ഞാൻ സഹിക്കും. എന്റെ മോൻ ആനന്ദ്, അവൻ എന്റെ പ്രാണനാ. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി എന്നതിനേക്കാൾ തൃച്ചംബരത്ത് ആനന്ദിന്റെ അമ്മയെന്നറിയപ്പെടാനാ ഇന്ന് ഈ അഖിലാണ്ടേശ്വരിക്ക് ഇഷ്ടം. എന്റെ മോനെതിരെ ഇനി നീ ചിന്തിച്ചെന്ന് ഞാൻ അറിഞ്ഞ നിന്നെ ഞാൻ. ഛീ! ചേച്ചി ഞാനും ഈ കുടുംബത്തിലെ ഒരാളല്ലേ. ചേച്ചി എന്നെ വെറുതെ കൊച്ചാക്കരുത്. സോറി. നീ ഈ കുടുംബത്തിലേക്ക് വന്നു കയറിയ അന്നു മുതൽ ഈ വീട്ടിലെ അംഗമെന്ന നിലയ്ക്ക് പെരുമാറിയിട്ടുമില്ല. ഞാൻ നിന്നെ അങ്ങനെ കണ്ടിട്ടുമില്ല. ഇപ്പൊ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാ നിനക്ക് താല്പര്യം. കുടുംബാംഗം പോലും. കുടുംബം എന്ന വാക്കിന്റെ അർത്ഥം അറിയാവോടി നിനക്ക്? അതായത് കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതാണ് കുടുംബം. ഒരു വീടാവുമ്പോ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇനി ഈ കുടുംബത്തിലുള്ളവർക്കെതിരെ നിന്റെ നാവ് പൊന്തിയ പട്ടിണിയും പരിവട്ടവുമുള്ള നിന്റെ ആ കൊച്ചു വീട് നീ മറന്നിട്ടുണ്ടാവില്ലല്ലോ. മടങ്ങിപ്പോവേണ്ടി വരും. പാക്ക് ചെയ്യും നിന്നെ ഞാൻ എന്നേക്കുമായി. മനസ്സിലായില്ലേ? അടിച്ച് പുറത്താക്കി ശുദ്ധികലശം നടത്തുമെന്നും തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി വെറും വാക്ക് പറയാറില്ല. കരുതിയിരുന്നു നീ. കമല, കൂടുമ്പോൾ ഇമ്പമല്ല കമ്പക്കെട്ട ഇനി ഈ കുടുംബത്തിൽ. അഖിലാണ്ടേശ്വരി, ഈ വിലാസിനി ആരാണെന്ന് കാണാൻ പോകുന്നതേയുള്ളൂ. നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന അഖിലാണ്ടേശ്വരിയുടെ തൃച്ചംബരം കുടുംബ മഹിമയുണ്ടല്ലോ, അത് ഞാൻ തകർത്ത് തരിപ്പണമാക്കും. ഈ വിലാസിനിക്ക് ഇനി അത് മാത്രമേ ഉള്ളൂ ലക്ഷ്യം. കമ്പക്കെട്ടിന് തീ കൊളുത്തി കത്തിക്കും ഞാൻ. കത്തിച്ച് തകർക്കും, ചാമ്പലാകുന്നത് വരെ. ആനന്ദ് എവിടെ കമല? മുകളിലുണ്ട് മാഡം. അരവിന്ദോ? ഉറങ്ങ. ഉറങ്ങാണെന്നോ? ആ, ഈ സമയത്തോ? അത് ശരിയല്ലല്ലോ. അരവിന്ദ്, അരവിന്ദ് എഴുന്നേക്ക്. അരവിന്ദ്,
ഇഡിയറ്റ്. ഹലോ ബ്രോ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ആളങ്ങ് സ്മാർട്ടായി പോയല്ലോ. രാവിലെ തന്നെ മസിൽ വിരിപ്പിക്കാനുള്ള പരിപാടിയിലാണല്ലേ? ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും, കേട്ടില്ലേ? ഹെൽത്തി മൈൻഡിനെ ഹെൽത്തി ബോഡി. മനസ്സ് അതൊക്കെ എന്നേ കൈവിട്ടു പോയില്ലേ. നമ്മളിപ്പോ വെറും കളിപ്പാവയാ. ചിലരൊക്കെ കീ കൊടുത്തു വിട്ടിരിക്കുന്ന വെറും കളിപ്പാവ. ബ്രോ, ഇതെന്ത് പറ്റി? പതിവിൽ നേരത്തെ തീർത്താണല്ലോ. എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? അതോ വല്ല ടെൻഡറും ക്യാൻസലായോ? അതോ വല്ല പ്രൊജക്ട് നടക്കാതെ പോയോ? എന്റെ ടെൻഷൻ അവിടെ നിൽക്കട്ടെ, നിന്റെ പ്രോബ്ലം എന്താ ആദ്യം അത് പറ. ആർക്കും എന്നെ മനസ്സിലാവുന്നില്ല ഏട്ടാ. ആക്ച്വലി എനിക്കിപ്പോ കല്യാണം വേണ്ട. അമ്മയുടെ പ്ലാൻ നടക്കത്തില്ല, ഒരിക്കലും നടക്കത്തില്ല. ബ്രോ, അല്ലെങ്കിൽ തന്നെ ഞാൻ ഇത് പ്രതീക്ഷിച്ചിട്ടില്ല. മൂത്താളെ നിൽക്കുമ്പോ ഇളയാളെ കെട്ടിക്കുക, ഇത് എവിടുത്തെ ന്യായ? ബ്രോ പറ ബ്രോ, കല്യാണം നിർബന്ധിച്ച് അടുത്ത ആളാണോ? എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. ഫ്രണ്ട്സോ? ഏത് ഫ്രണ്ട്സ്? ബ്രോ കളിയാക്കണ്ട, ഗേൾ ഫ്രണ്ട്സും ഉണ്ട്. അവർക്ക് ഇത് അറിയുമ്പോ ഈ പ്രായത്തിൽ കല്യാണം വല്ലാത്ത ഷെയിമാണ് ഏട്ടാ. ഏട്ടാ, ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? ബ്രോ പ്ലീസ് എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് ഒന്ന് പറയാ നന്ദനെ കല്യാണം കഴിക്കണമെന്ന്. എനിക്കത് ഇഷ്ടമല്ല ഏട്ടാ, പറ്റില്ല. ദേ, ഞാൻ തീർത്ത് പറയാം, അമ്മയല്ല ആര് പറഞ്ഞാലും ഞാൻ ഇതിന് സമ്മതിക്കില്ല. വേണമെങ്കിൽ ചേട്ട അവളെ കേട്ടിക്കോ, അത് മതി അഖിലാണ്ടേശ്വരിക്ക് സമ്മാനിക്കാൻ. അഹങ്കാരം പറയുന്നു. അമ്മയുടെ വാക്ക് ധിക്കരിക്കാൻ ധൈര്യമുണ്ടോ നിനക്ക്? ധൈര്യം ഉണ്ടോന്ന്? നീ നിന്റെ വൃത്തികെട്ട കൂട്ടുകാരോടൊപ്പം മദ്യപിച്ച് ലെക്ക് കെട്ട് നടന്നപ്പോഴും കണ്ണി കണ്ട പെമ്പിള്ളരോടൊപ്പം കൂത്താടി നടന്നപ്പോഴും നിന്നെ ഞാൻ അടിച്ചിട്ടില്ല. നീ നേരാവെന്ന് വിചാരിച്ചു, പക്ഷെ നീ നേരായില്ല. നീ നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല. നിന്നെ നന്നാക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അതാ അമ്മ കണ്ടെത്തിയ ഈ കല്യാണം. അപ്പൊ അവന് മനസ്സില്ല പോലും. ബ്ലഡി. ദേ നോക്ക്, ഈ അടി ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്. ഇനി നീ അമ്മയ്ക്കെതിരെ എന്തെങ്കിലും മിണ്ടിയ പിന്നെ അടിയുടെ വെടിക്കെട്ടായിരിക്കും. ഇപ്പോഴേ പറഞ്ഞില്ലെന്ന് വേണ്ട, ഇഡിയറ്റ്. ആനന്ദേ, ഈ അമ്മ ഭാഗ്യം ചെയ്തവളാ. നിന്നെ പോലൊരു മോന് ജന്മം നൽകിയില്ലേ. മൂത്ത മകൻ കുടുംബത്തിന് താങ്ങും തണലും ആവണമെന്ന് എല്ലാ അമ്മമാരും ആഗ്രഹിക്കും. ഈ അമ്മയുടെ മനസ്സിൽ അഭിമാനോ. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ കുടുംബ പരമ്പരയ്ക്കുമേൽ ഉദിച്ചുയർന്ന സൂര്യനാണ് നീ. നിന്റെ നോട്ടത്തിലും നടപ്പിലും ഭാവത്തിലും ഒക്കെ തൃച്ചംബരത്ത് തറവാടിന്റെ കുടുംബ മഹിമ കാണാൻ പറ്റും. അതാണ് നിന്നെ നീയാക്കുന്നത്. ഡ്രൈവറുടെ മകളെ കാണാനില്ലെന്നറിഞ്ഞപ്പോ
ആരോടും പറയാതെ തിരക്കിയിറങ്ങിയ നിന്റെ മനസ്സ്, അക്രമികളുടെ മുമ്പിൽ കാട്ടിയ കരുത്ത്, മനോധൈര്യം, ഏതൊരമ്മയും കൊതിച്ചു പോവും ഇതുപോലൊരു മോനെ കിട്ടാൻ. ഐ ലവ് യു മോനെ.